നിങ്ങൾക്ക് ഭയങ്കര അസൂയാണല്ലോ. എനിക്കോ? ആ, എന്താ അസൂയ? ആരോട് അസൂയ? എന്തിനസൂയ? ചില കാര്യങ്ങളിലൊക്കെ ഒരു അസൂയുള്ള പോലെ തോന്നുന്നു. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ടട്ടാ. അങ്ങനെയല്ല, എനിക്ക് എല്ലാവർക്കും ഉണ്ടാവും അസൂയ. പക്ഷെ ഈ സൈക്കോളജിയിൽ അസൂയക്ക് എന്താ കാരണങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, ആ എന്താ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആ പിന്നെ പൊസസീവ്നെസ്, പിന്നെന്താ കമ്പാരിസൺ, പിന്നെ ഫിയർ ഓഫ് ലവ്, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയതായിട്ട് ഫീൽ ചെയ്യണില്ല. പിന്നെ എന്താണ് ഈ അസൂയക്ക് കാരണം? അതൊന്നും എനിക്കില്ല. ഞാൻ ഇല്ല എൻ്റെ ലൈഫിനെ വേറൊരാളെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാറില്ല. ഇല്ല ഇല്ല, കമ്പയർ പിന്നെ ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടിട്ടില്ല. ലാക്ക് ഓഫ് കോൺഫിഡൻസ് അത് എനിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അത് എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കരമായിട്ടല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഉണ്ടാവും. ചില കാര്യങ്ങൾക്കൊരു ആ കോൺഫിഡൻസ് കോൺഫിഡൻസ് കുറവ്. കുറവുണ്ട്. അതില്ലാത്ത ആരപ്പം ഉണ്ടാവുക? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അസൂയ എനിക്ക് ആരോടും, പ്രത്യേകിച്ച് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാണ് അയാൾ വിചാരിച്ചിട്ടുണ്ടാവാറില്ല. പിന്നെ ഇപ്പം എന്താ ഫിയർ ഓഫ് ലവ്? എന്ത് കാര്യത്തിനും കൊല്ലങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഫിയറൊന്നുമില്ല. പലർക്കും അതിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. ആ ആ സ്റ്റേജൊക്കെ കടന്നുപോയി കേട്ടാ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ബേജാറൊന്നും എനിക്ക് എന്തായാലും ഫിയർ ഇല്ല. ഓഫ് ലവ്, അറ്റൻഷൻ, അങ്ങനെയൊക്കെ. അതൊന്നും എന്തായാലും ഇപ്പം ഇല്ല. പിന്നെ ഇപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാം. എനിക്ക് എന്താ അസൂയ? എനിക്ക് ആരോടും ഒരു അസൂയില്ല. പിന്നെ പിന്നെ അസൂയ നല്ല പിന്നെ അതിന് പറയുന്നത് എന്താണ് അത് അതെ എന്നുള്ളതാണ്. അതെ, സംഭവം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ സ്വപ്നങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക, അത് വേറൊരാൾ അച്ചീവ് ചെയ്യുമ്പോൾ അസൂയ എന്ന് പറയാനില്ല, പക്ഷെ നമുക്കൊരു വിഷമം. അയാൾക്കത് കിട്ടിയെന്നുള്ളതല്ല, നമുക്കത് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളത്. ഒരു സങ്കടം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സാജൻ, ഫോർ എക്സാമ്പിൾ, സാജൻ എന്ന് കേട്ടാൽ പിന്നെ ഓടിച്ചിട്ട് കല്ലു. അപ്പോൾ സാജന് അമേരിക്കൻ കമ്പനിയിൽ ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അസൂയല്ല. കാരണം അമേരിക്കൻ കമ്പനിയിലെ ജോലി എൻ്റെ ഒരു ഡ്രീമല്ല. അതുപോലെ ബാംഗ്ലൂർ വീടുണ്ട്, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ വീടുണ്ട്. ഇതിലൊന്നും എനിക്കൊരു അസൂയയില്ല. കാരണം എന്താ അറിയോ? ന്യൂയോർക്കിലെ വീടോ ബാംഗ്ലൂർ വീടോ ഒന്നും എൻ്റെ ഡ്രീമല്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ അവിടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് വീടുണ്ടെങ്കിൽ. കാരണം എന്താ അറിയോ? അവിടെ പോയി നിൽക്കാലോ. എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ പൈസ കൊടുക്കാതെ താമസിക്കാമല്ലോ, അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യണ്ടല്ലോ, റൂം ബുക്ക് ചെയ്യണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അസൂയക്ക് കാരണമാവണില്ല. അതേസമയം ഇപ്പോൾ ഹിമാലയൻ ട്രക്കിങ്ങിന് പോയി, ഇടയ്ക്കിടയ്ക്ക് അവ ഹിമാലയൻ ട്രക്കിങ്ങിന് പോകാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ അത് അസൂയ. അതെന്താ കാരണം എന്നറിയോ? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതാവും. വേറൊരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരും. അതാണ് അസൂയ. അതാണ് അസൂയെങ്കിൽ അത് ആയിക്കോട്ടെ, അങ്ങനെ വിചാരിച്ചോളി നിങ്ങൾ. അങ്ങനെ വിചാരിച്ചോളി. അല്ലാതെ ഈ കമ്പാരിസൺ മറ്റു വിഷയങ്ങളൊന്നും അതിലില്ല. ഇപ്പം എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈഫ് സ്റ്റാഗ്നേറ്റഡ് ആണ്. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഫീൽ, എവിടെയോ സ്റ്റക്കായി പോയി എന്നൊരു ഫീൽ എനിക്കുണ്ട്. കൂടുതൽ ഒരു മാറ്റങ്ങളൊന്നും വരണില്ല എന്നുള്ളത്. എന്നും ഒരേ റുട്ടീൻ ഇങ്ങനെ ചെയ്തു പോകുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ മാറിയിട്ട് നമുക്കിങ്ങനെ നടക്കാൻ പറ്റണം, ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാൻ പറ്റണം. കറങ്ങി നടക്കുക. പറന്ന് നടക്കലല്ല, കറങ്ങി നടക്കുക അല്ലേ? ഈ പറന്ന് നടക്കുക എന്നുള്ളതിന് വേറൊരു ഇതുണ്ട്. കാരണം ബിസി ആയിട്ട് ഓടി നടക്കുന്ന ആളെ പറ്റി നമ്മൾ പറയും അങ്ങനെ പറന്ന് നടക്കുക. അതല്ല, വളരെ സ്ലോ മോർണിംഗ്. ഞാൻ പറഞ്ഞുതരാം എന്താണ്. വളരെ സ്ലോ മോർണിംഗ്. രാവിലെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, സൗകര്യം പോലെ എണീറ്റ്. മറ്റെന്താ വെച്ചാൽ രാവിലെ അത് ചെയ്യണം, അത് ചെയ്യണം, ഗടിപിടി കാര്യങ്ങൾ ചെയ്യണം, ഹറിബറി. അതൊന്നുമില്ലാതെ വളരെ സ്ലോ മോർണിംഗ്, സൗകര്യം പോലെ. ഇന്ന് പ്രത്യേകിച്ച് ചെയ്തു തീർക്കാൻ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റണം. ചുരുക്കി പറഞ്ഞാൽ പണിയെടുക്കാതെ ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോവുക എന്നുള്ളത്, അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് കാണുമ്പോൾ, ഇത് പറ്റിയിട്ടില്ലല്ലോ. അത് പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം നന്നായി വർക്ക് ചെയ്ത് ഇതിനൊക്കെ പറ്റണമെങ്കിൽ ഇതിനൊക്കെ പൈസ വേണമല്ലോ, അതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാതെ നമുക്കത് എത്താനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അത് വേറൊരാൾ ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ഇച്ചിങ്, എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് തോന്നും. അതിനിപ്പോൾ നിങ്ങളൊക്കെ അസൂയ എന്നാണ് വിളിച്ചില്ലെങ്കിൽ വിളിച്ചോളിയുടെ കുഴപ്പമില്ല. മറ്റുള്ളവരെ നമ്മൾ അംഗീകാരം നേടണം മറ്റുള്ളവരുടെ മുമ്പിൽ. അങ്ങനെ
അത് അസൂയ കാരണമാവാറുണ്ട്. വാലിഡേഷൻ നമുക്ക് കിട്ടേണ്ടത് വേറൊരാൾക്ക് കിട്ടുന്നു എന്ന് കാണുമ്പോൾ ഉള്ളൊരു നമ്മളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. വാലിഡേഷൻ, ബാക്കിയുള്ളവരൊക്കെ എന്നെ അംഗീകരിക്കണം, ഞാൻ ഭയങ്കര സ്റ്റാർ ആവണം, അല്ലേ? അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. അതായത് എല്ലാവരും എല്ലാവരും മുന്നിലും സ്റ്റാർ ആവണം, വാലിഡേഷൻ കിട്ടണം എന്നില്ല. അപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ആൾക്കാർ തിരിച്ചറിയാറുണ്ട്. അത് നമ്മൾ ഭയങ്കര സംഭവമായതുകൊണ്ടല്ല, കുറേ കാലമായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടും ക്രാഫ്റ്റ് ടോക്സിന് 1 മില്യൻ്റെ മുകളിൽ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടും ഒക്കെ അറിയണതാണ്. ഇവരാരും എൻ്റെ ഫാൻസ് അല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അവരൊക്കെ ഫുട്ബോൾ ഫാൻസാണ്, അവരത് കാണാൻ വേണ്ടി വരുന്നതാണ്. അല്ലാതെ നമ്മളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, ആ കളീൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വരുന്നവരാണ്. പക്ഷേ സ്ഥിരമായിട്ട് വീഡിയോയിലൊക്കെ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ഈ റെക്കഗ്നൈസ് ചെയ്തു എന്ന് കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കഴിയണതും ഞാൻ മാറി പോകാൻ നോക്കുക. ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ അല്ലല്ല, ഇങ്ങോട്ട് വന്ന് സംസാരിക്കണ ഒരാളോട് നമ്മൾ സംസാരിക്കാറില്ല. അതല്ലാതെ അവിടെ പോയിട്ട് ഞാൻ വലിയ സ്റ്റാർ കളിച്ച് ഞാൻ ആളാണ് അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കഴിയുന്നതും ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് ആളും ബഹളമൊന്നും ഇല്ലാതെ നമ്മളെ ഫാമിലിയും നമ്മളെ ഫ്രണ്ട്സും മാത്രമായിട്ട് ചെറിയ സർക്കിളിൽ ജീവിച്ചു പോകാനല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതിനിപ്പോൾ ഒരു പരിധി വരെ ഇൻട്രോവേർട്ടാണ് എന്ന് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. അതാണ് ഇപ്പോൾ നമ്മൾ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതും എനിക്ക് അസൂയ ഉണ്ടാക്കുന്ന കാര്യമില്ല. ഒരാൾ ഭയങ്കര സ്റ്റാറായി, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായി, അതും എനിക്ക് ആകെയുള്ളൊരു പ്രശ്നം ഇതാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കണം, ഓരോ സ്ഥലങ്ങളിൽ പോകണം, അതിന് ഭയങ്കര സ്ലോ ഒരുപാട് ഇഷ്ടപ്പെടും. അതും അങ്ങനെ പറയാം. യാത്രകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയ സ്ഥലങ്ങളിൽ നമ്മൾ വീണ്ടും വേണമെങ്കിൽ വേറെ ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ വേറെ അനുഭവമായിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറേ സമയം ചിലവഴിച്ച് ഒരു ബിസി ഒന്നും അല്ലാതെ ഭയങ്കര പതുക്കെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കാമായിട്ട് ആരെങ്കിലുമൊക്കെ എത്തുന്നത് കാണുമ്പോൾ നമുക്കതിൽ ചെറിയ ഒരു സങ്കടം തോന്നും. ഈ ജലസ് നമുക്ക് ചിലപ്പോൾ ഒരു മോട്ടിവേഷനായിട്ട് മാറാറുണ്ട്. അത് പലതരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ കമ്പാരിസൺ, മറ്റൊരു ലൈഫിൽ മറ്റൊരു വലിയ വീടുണ്ട് എനിക്കോ ഇല്ല, അങ്ങനെ വിചാരിക്കുന്നത് പ്രശ്നമാണ്. അങ്ങനെയുള്ള പ്രശ്നമാണ്. ഇതിനെ പറ്റി ഞാൻ ഇന്നലെ ചാറ്റ് ജിപിടിയോട് സംസാരിച്ചപ്പോഴേ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്കഷനൊക്കെ നടത്തുമല്ലോ. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യം വന്നു. അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞെന്താ അറിയോ, ഈ വിഷയം ഇങ്ങനെ ഡ്രീമും അസൂയയും കൂടി ഉള്ളത് പറഞ്ഞുതരാം. നമ്മൾ അസൂയപ്പെടുന്നത് മറ്റൊരാളുടെ നേട്ടത്തെ അല്ല, നമ്മുടേതായ നിറവേറ്റാത്ത സ്വപ്നങ്ങളെയാണ്. അതുപോലെ അസൂയ എന്നത് എപ്പോഴും വേദനയല്ല, ചിലപ്പോൾ അത് നമ്മെ സ്വപ്നത്തിലേക്ക് തിരികെ വിളിക്കുന്നു. മറ്റുള്ളവരെ പ്രകാശം കാണുമ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ മങ്ങിപ്പോകണ്ട, അത് നിങ്ങൾക്ക് വെളിച്ചം തെളിയാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത്ര നിങ്ങൾക്ക് അതിൽ പറയാനുള്ളൂ. ഈ അസൂയ നമുക്ക് മറ്റൊരാളുടെ നേട്ടത്തിനോടല്ല, നമ്മുടെ നിറവേറ്റപ്പെടാത്ത സ്വപ്നങ്ങളോടാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ പറഞ്ഞ എൻ്റെ അസൂയെങ്കിൽ എനിക്ക് അസൂയ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ.